പ്രാച്ചി മീനാണ്. പ്രാച്ചി കൊല്ലത്തുകാർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള അരുവത്ത മീനെന്നൊക്കെ പണ്ടൊക്കെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രാച്ചി ഇപ്പോൾ ഇത് തിരുവനന്തപുരത്തും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കുറേ വർഷമായി തിരുവനന്തപുരത്ത് വന്നിട്ട്, എങ്കിലും ഇപ്പോഴാണ് ഈ പ്രാച്ചി മീൻ കണ്ടു തുടങ്ങിയത്, കിട്ടിത്തുടങ്ങിയത്. അത് നമ്മൾ വാങ്ങിച്ചതാണ്, ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി, പിന്നെന്താ ലേശം പെരിഞ്ജീരകം നിങ്ങളൊക്കെ ചേർക്കാറുണ്ടോ? ഒന്ന് കമൻ്റായിട്ടിടുന്നേ. പെരിഞ്ജീരകം ചിലർക്ക് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. ഇതിൽ ചെറിയ മുട്ടയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർത്ത് നമ്മൾ ഇതിനൊന്ന് പുരട്ടി ലേശം വെളിച്ചെണ്ണയൊക്കെ കുഴച്ചിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിങ്ങനെ പൊത്തി അടച്ചൊരു 10 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഈ മുട്ടയൊക്കെ ഇതിലുള്ളതുകൊണ്ടേ വറുക്കാനിടുമ്പോൾ, അത് പൊള്ളിക്കാനിടുമ്പോൾ അല്ലെങ്കിൽ പൊരിക്കാനിടുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുറച്ച് സമയം വെച്ചേക്കാം കേട്ടോ. ഒരു 2 എണ്ണം നമ്മൾ ഇലയിൽ പൊതിഞ്ഞ് ഈ സ്റ്റീമറിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്, സ്റ്റീമർ ഓണായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീനിനെ വെച്ച് കൊടുക്കാം. നമ്മൾ അരപ്പൊക്കെ പുരട്ടി വെച്ചില്ലേ, അത് വാഴയിലയിലൊന്ന് പൊതിഞ്ഞെടുത്തേക്കാണ്. വാഴനാര് കൊണ്ട് തന്നെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 എണ്ണമാണ് ഇത് വെച്ചേക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ഒന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ, അവിയൊക്കെ കയറി വെന്ത് വരട്ടെ. സ്റ്റീമറിലുള്ളത് ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടപ്പൊന്ന് മാറ്റി കൊടുത്ത് കുറച്ചുകൂടി ചെറിയ അടപ്പ് വെച്ച് അടച്ചു. അപ്പോൾ ആവി കൂടുതൽ അതിനകത്ത് നിൽക്കുമല്ലോ, അത് ഉദ്ദേശമാണേ. നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത് പിന്നെ ഒന്ന് കഴിച്ച് നോക്കിയാലോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വീണുപോയി. നാലൊന്നുകൂടെ എടുത്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്. ഇതേ പിന്നെയും കഴിക്കാൻ തോന്നും. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ്. വൈറ്റ് ഫ്ലഷ് മീനായതുകൊണ്ടേ നമുക്ക് കാണാൻ നല്ല ചന്തമാണ്.